ഐ ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തൃശൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. കോർപ്പറേഷൻ മിഷൻ ക്വാർട്ടേഴ്സ് സ്ഥാനാർത്ഥി ബൈജു വർഗീസിന്റെ ഓഫീസ് അടിച്ചു തകർത്തു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂരിൽ BJPയിൽ പൊട്ടിത്തെറി. സീറ്റ് തർക്കത്തെ തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗം KK സുമേഷ് കുമാർ പാർട്ടി വിട്ടു. CPI വിട്ട നഗരസഭാ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് V ചന്ദ്രൻ ഗുരുവായൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. എറവ് കൊടയാട്ടി പാടശേഖരത്തിൽ കൃഷി നശിക്കുന്നു. പടവിൽ വെള്ളം കെട്ടി നിർത്തിയതാണ് കൃഷിനാശത്തിന് കാരണമെന്ന് കർഷകർ. എറവിൽ സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 പെയിന്റിംഗ് തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പാത്രങ്ങൾ പൊട്ടി പെയിന്റ് റോഡിലൊഴുകി. കുന്നംകുളം പാറയമ്പാടത്ത് കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇരിങ്ങാലക്കുടയിൽ തുടരുന്നു. 343 പോയിന്റുമായി തൃശൂർ വെസ്റ്റ് ഉപജില്ല കുതിപ്പ് തുടരുന്നു. വാർത്തകൾ വിശദമായി. തൃശൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. കോർപ്പറേഷനിലേക്ക് മിഷൻ ക്വാർട്ടേഴ്സ് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ബൈജു വർഗീസിന്റെ കിഴക്കേക്കോട്ടയിലെ ഓഫീസിനു നേരെയാണ് ആക്രമണം നടന്നത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഗ്ലാസ് ഡോർ തകർത്തു. കസേരകളും ഫാനും നശിപ്പിച്ചു. സംഭവത്തിൽ ബൈജു വർഗീസ് തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മിഷൻ ക്വാർട്ടേഴ്സ് വാർഡിൽ ബൈജു വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ കോൺഗ്രസിനുള്ളിൽ എതിർപ്പ് ഉയർന്നിരുന്നു. ഇവിടെ മുൻ കൗൺസിലർ ജോർജ് ചാണ്ടി സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ BJPയിൽ പൊട്ടിത്തെറി. സീറ്റ് തർക്കത്തെ തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗം KK സുമേഷ് കുമാർ പാർട്ടി വിട്ടു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നീക്കം. 14 വർഷമായി സജീവ BJP പ്രവർത്തകനാണ് KK സുമേഷ് കുമാർ. നേരത്തെ DICയെ പ്രതിനിധീകരിച്ച് നഗരസഭാ കൗൺസിലറായിട്ടുണ്ട്. കേരള കോൺഗ്രസ് B ജില്ലാ പ്രസിഡന്റായിരുന്നു. സാമുദായിക അടിസ്ഥാനത്തിലാണ് BJP സീറ്റ് നിർണയിക്കുന്നതെന്നാണ് സുമേഷിന്റെ ആരോപണം. BJPക്ക് പടിഞ്ഞാറേ നടയിൽ ഒരു നയവും കിഴക്കേ നടയിൽ മറ്റൊരു നയവുമാണ്. ഹൈസ്കൂൾ 34-ാം വാർഡ് സീറ്റ് തനിക്ക് നൽകാമെന്ന ധാരണയുണ്ടായിരുന്നതായി സുമേഷ് പറഞ്ഞു. എന്നാൽ ജനറൽ വാർഡായ ഇവിടെ നിലവിലെ കൗൺസിലർ ജ്യോതി രവീന്ദ്രനാഥിനാണ് സീറ്റ് നൽകിയത്. ജനറൽ സീറ്റിൽ പുരുഷന്മാരെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ഇതുപ്രകാരമാണ് കിഴക്കേ നടയിൽ സീറ്റ് നിർണയം നടത്തിയത്. എന്നാൽ ഹൈസ്കൂൾ ജനറൽ സീറ്റ് വനിതയ്ക്ക് നൽകിയത് അംഗീകരിക്കാനാവില്ല. ഗുരുവായൂരിന്റെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യമിടുന്നത്. ഇതിനെ തുരങ്കം വെക്കുന്നതാണ് സാമുദായിക വേർതിരിവ്. ഇതിൽ പ്രതിഷേധിച്ച് ജില്ലാ പ്രസിഡന്റിന് രാജിക്കത്ത് കൈമാറി. ഉടൻ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും സുമേഷ് കുമാർ പറഞ്ഞു. CPI വിട്ട നഗരസഭ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് V ചന്ദ്രൻ ഗുരുവായൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് അഭിലാഷ് പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജിനും സഹോദരൻ KK ജ്യോതിരാജിനുമെതിരെ കടുത്ത ആരോപണം ഉന്നയിച്ചാണ് അഭിലാഷ് കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടത്. CPIയുടെ വാർഡായ 17-ൽ 3 പേരുകളാണ് സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത്. ഇതിൽ താൻ സ്ഥാനാർത്ഥിയാകണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടായിരുന്നത് അഭിലാഷ് പറഞ്ഞു. എന്നാൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജ്യോതിരാജിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. ഈ വാർഡ് തനിക്ക് വീട് പോലെയാണെന്നും അഭിലാഷ് പറഞ്ഞു. എറവ് കൊടയാട്ടി പാടശേഖരത്തിൽ കൃഷി നശിക്കുന്നു. വിത കഴിഞ്ഞ് നിശ്ചിത ദിവസങ്ങൾ പിന്നിടാതെ പടവിൽ വെള്ളം കെട്ടി നിർത്തിയത് മൂലമാണ് കൃഷി നശിക്കുന്നതെന്ന് കർഷകർ ആരോപിച്ചു. കൊടയാട്ടി പടവിലെ കൈത പ്രദേശത്തുള്ള 5 ഏക്കറിലാണ് വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കൃഷി നശിക്കുന്നതായി പരാതി ഉയർന്നത്. സമീപത്തുള്ള പോത്തോൾ, മൂലക്കോൾ എന്നീ പടവുകളിൽ ഞാറ് നടന്നതിന് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയാണ് പാടശേഖര സമിതി വെള്ളം കെട്ടിനിർത്തിയിട്ടുള്ളതെന്നാണ് ആരോപണം. കൈത പ്രദേശത്ത് വിത കഴിഞ്ഞ് 11-ാം ദിവസം മുതൽ വെള്ളം കെട്ടിനിർത്തിയിരിക്കുകയാണ്. കൂടുതൽ ദിവസം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിനാൽ പലയിടത്തും ഞാറുകൾ നശിച്ചു തുടങ്ങി. പാടശേഖര സമിതിയെ അറിയിച്ചിട്ടും
നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് കർഷകനായ ചാലിശ്ശേരി കുറ്റൂക്കാരൻ ലോനപ്പൻ പറഞ്ഞു. 3 ദിവസമായിട്ട് വെള്ളം തുറന്നിട്ട് നിറച്ചിട്ടിരിക്കുന്നു. 3 ദിവസത്തിനുള്ളിൽ വെള്ളം അവർ അടച്ചിട്ടില്ല, അടയ്ക്കാൻ പറഞ്ഞപ്പോൾ അടച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ അനാസ്ഥ കൊണ്ട് 3 ദിവസമായിട്ട് ഈ 15 ദിവസമായ ഞാറിൽ വെള്ളം തുമ്പ എല്ലാം ഫുൾ നിറഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് ഞാറ് ചീഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അതേസമയം കർഷകർ ഉന്നയിച്ച പരാതി അടിസ്ഥാനരഹിതമാണെന്ന് പടവ് സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ വിശദീകരിച്ചു. കൃഷി ആരംഭിച്ച ശേഷം പുല്ല് ചെയ്യുന്നതിനായി 4 ദിവസം പാടശേഖരത്തിൽ വെള്ളം കെട്ടി നിർത്തുന്നത് പതിവാണെന്നും പടവ് സെക്രട്ടറി വ്യക്തമാക്കി. TCV തൃശൂർ. എറവ് പാൽ സൊസൈറ്റിക്ക് സമീപം സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 പെയിന്റിംഗ് തൊഴിലാളികൾക്ക് പരിക്കേറ്റു. എറവ് സ്വദേശികളായ ചെറുവത്തൂർ വീട്ടിൽ അനിഷാദ്, തെക്കൂട്ട് വീട്ടിൽ ശ്രീകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. വാടാനപ്പള്ളിയിലെ ജോലിസ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോകവെ റോഡിലെ കുഴിയടച്ച ഭാഗം ഒഴിവാക്കിയെടുത്തപ്പോൾ പുറകിൽ വന്ന ബസ്സിടിച്ച് ഇവർ റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇവരുടെ കൈവശമുണ്ടായിരുന്ന പെയിന്റിംഗ് പാത്രങ്ങൾ പൊട്ടി റോഡിലൊഴുകി. അനിഷാദിന്റെ ദേഹമാസകലം പെയിന്റിൽ മുങ്ങിയ നിലയിലായിരുന്നു. ബസ് നിർത്തിയ ശേഷം ബസ് ഉടമ എത്തി ഏറെ പണിപ്പെട്ട് കുറച്ചു ഭാഗം പെയിന്റ് തുടച്ചു മാറ്റിയെങ്കിലും കൂടുതൽ ഭാഗത്തും പെയിന്റ് മാറ്റാൻ കഴിയാത്ത നിലയിലായിരുന്നു. കുന്നംകുളം പാറേമ്പാടത്ത് കാറിന് പുറകിൽ മറ്റൊരു കാർ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഗുരുവായൂർ സ്വദേശി അനൂപിനാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിച്ച കാർ നിർമ്മാണം നടക്കുന്ന കാനയിലേക്കും മുന്നിലുണ്ടായിരുന്ന കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ പറമ്പിലേക്കും മറിഞ്ഞു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പോരാട്ടം മുറുകി. 343 പോയിന്റുമായി തൃശൂർ വെസ്റ്റ് ഉപജില്ല 1-ാം സ്ഥാനത്ത് തുടരുന്നു. 338 പോയിന്റുമായി ആതിഥേയരായ ഇരിങ്ങാലക്കുട ഉപജില്ല 2-ാം സ്ഥാനത്ത്. 336 പോയിന്റുമായി വലപ്പാട് ഉപജില്ല 3-ാം സ്ഥാനത്തും തുടരുന്നു. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ നിർവഹിച്ചു. പ്രധാന വേദിയായ ടൗൺ ഹാളിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ PM ബാലകൃഷ്ണൻ പതാക ഉയർത്തി. സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ, കൂടിയാട്ട കലാകാരൻ വേണുജി, കഥകളി കലാകാരൻ കലാനിലയം രാഘവൻ, അമ്മന്നൂർ പരമേശ്വര ചാക്യാർ, സദനം കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കലോത്സവ വേദിയിൽ നിന്നും അഭിജിത്ത് തലച്ചിറ ചേരുന്നു. തൃശൂർ വെസ്റ്റും തമ്മിലുള്ള ഒരു മത്സരമാണ് ഈ നമുക്ക് പോയിന്റ് പട്ടികയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. 2-ാം ദിനവും ആർക്കും വ്യക്തമായ ലീഡ് നൽകുന്നില്ല. കാരണം തൃശൂർ വെസ്റ്റ് 353 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 348 പോയിന്റുമായി ഇരിങ്ങാലക്കുട 347 പോയിന്റുമായി 3-ാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു. തൊട്ടുപിന്നിൽ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. 2-ാം ദിനവും ആർക്കും വ്യക്തമായ ലീഡ് നൽകുന്നില്ല. കാരണം തൃശൂർ വെസ്റ്റ് 353 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 348 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല തൊട്ടു പിന്നിൽ 2-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ വലിയൊരു ചാഞ്ചാട്ടം നടന്ന ആതിഥേയരായ ഇരിങ്ങാലക്കുട 2-ാം സ്ഥാനത്ത് എത്തിയിരുന്നു. ഇപ്പോൾ ഇരിങ്ങാലക്കുട 347 പോയിന്റുമായി 3-ാം സ്ഥാനത്തേക്ക് മാറി നിൽക്കുന്നു. തൊട്ടു പിന്നിൽ 344 പോയിന്റുമായി വലപ്പാട് ഉപജില്ലയും മത്സരത്തിൽ ഒട്ടും പിന്നിലല്ലാതെ തുടരുകയാണ്. ഏതായാലും കുന്നംകുളവും വലപ്പാടും ഇരിങ്ങാലക്കുടയും തൃശൂർ ഈസ്റ്റ് വെസ്റ്റ് ഉപജില്ലകളും തമ്മിലുള്ള പോരാട്ടം, സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം ഇഞ്ചോടിഞ്ച് മത്സരമായി പുരോഗമിക്കുകയാണ്. എന്തായാലും വേദിയിലേക്ക് മാറുമ്പോൾ വേദിയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന വേദിയിൽ ഇപ്പോൾ മാപ്പിളപ്പാട്ടാണ് അരങ്ങേറുന്നത്. മാപ്പിളപ്പാട്ട് മത്സരങ്ങൾ രാവിലെ മുതൽ ആരംഭിച്ചതാണ്. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ, ബോയ്സ് ഗേൾസ് വിഭാഗങ്ങളിലൊക്കെയായി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഇപ്പോഴും വേദിയിൽ മറ്റ് വേദികളിലും മത്സരങ്ങൾ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കേരള നടനം, ഒപ്പന, അതുപോലെ തന്നെ ചവിട്ടുനാടകം അടക്കമുള്ള
ജനകീയ ഇനങ്ങളും ഇന്ന് രണ്ടാം ദിനത്തെ സവിശേഷമാക്കുന്നു. മികച്ച പിന്തുണ സദസ്സിൽ നിന്നും ഉയരുന്നുണ്ട്. കാണികളുടെയും അധ്യാപകരുടെയും ഒക്കെ മികച്ച പിന്തുണ ഓരോ മത്സരാർത്ഥികൾക്കും എല്ലാ വേദികളിലും കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും രണ്ടാം ദിനം കൂടുതൽ വേദികൾ സജീവമാണ്. ഇന്നലെ ആദ്യ ദിനത്തിൽ 15 വേദികൾ മാത്രമാണ് സജീവമായിരുന്നെങ്കിൽ ഇന്ന് രണ്ടാം ദിനത്തിലേക്ക് എത്തുമ്പോൾ അത് 20 വേദികളും സജീവമായി തുടരുകയാണ്. ബാൻഡ് മേളം അടക്കമുള്ള മത്സരങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തവും എല്ലാ വേദികളിലും കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ നടന്ന പല മത്സരങ്ങളുടെയും വിധി നിർണയം ഫലപ്രഖ്യാപനം നടത്തിയത് രാത്രി വൈകിട്ടാണ്. അതുകൊണ്ട് തന്നെ പല മത്സരങ്ങളുടെയും വിജയികളെ ഇന്ന് രാവിലെയോടുകൂടിയാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ ഒട്ടേറെ മത്സര വിജയികൾ ഇന്ന് വന്ന് ട്രോഫികളും മറ്റും കൈപ്പറ്റുന്നുണ്ടായിരുന്നു. അതിൽ പല മത്സരാർത്ഥികളും ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന തലത്തിലേക്ക് അറിയിക്കാൻ പോകുമ്പോൾ അത് ഇക്കുറി സംസ്ഥാന മത്സരം നടക്കുന്നത് തൃശ്ശൂർ നഗരത്തിലായതുകൊണ്ട് തന്നെ തൃശ്ശൂരിനെ ഉപജില്ലകളെ സംബന്ധിച്ച് അത് വലിയ ഒരു ആനുകൂല്യമാണ്. തങ്ങളുടെ സ്വന്തം നാട്ടിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് സ്വർണ്ണ കിരീടം നിലനിർത്തുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വം കൂടി ജില്ലാ ടീമിനുണ്ടാകും. അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനവുമായി ഉപജില്ലകൾ മുന്നേറുമ്പോൾ അത് സംസ്ഥാന തലത്തിൽ ജില്ലയ്ക്ക് അഭിമാന നേട്ടം കൈവരിക്കാൻ അഭിമാന പോയിന്റുകൾ സമ്മാനിച്ച് ജില്ലയിൽ സ്വർണ്ണ കിരീടം നിലനിർത്താനുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയായി മാറുകയാണ്. എന്തായാലും ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന തൃശ്ശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനവും മത്സരങ്ങളെല്ലാം സജീവമായി തന്നെ വേദികളിൽ തുടരുകയാണ്. സൂര്യ. ശരി അഭിജിത്ത്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇരിങ്ങാലക്കുടയിൽ തുടരുന്നു. 20 വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ 343 പോയിന്റുമായി തൃശൂർ വെസ്റ്റ് ഉപജില്ല കുതിപ്പ് തുടരുന്നു. ഗുരുവോ ദശരഥനോ അരങ്ങിൽ ഗുരുവോ ദശരഥനോ വേഷഭൂഷ. ചെമ്പൈ സംഗീതോത്സവം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ തുടരുന്നു. 3 ദിവസം പിന്നിട്ടപ്പോൾ 500ഓളം പേർ സംഗീതാർച്ചന നടത്തി. തുടക്കക്കാർ മുതൽ സംഗീതാധ്യാപകർ വരെ സംഗീതാർച്ചന നടത്തുന്നുണ്ട്. വൈകിട്ട് നടക്കുന്ന വിശേഷാൽ കച്ചേരിക്ക് ആസ്വാദകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഹരിപ്രസാദ് സുബ്രഹ്മണ്യത്തിന്റെ പുല്ലാങ്കുഴൽ വാദനം ആസ്വാദക മനസ്സുകൾ കീഴടക്കി. സുധാ രഞ്ജിത്ത്, ഡൽഹി സുന്ദർ രാജൻ എന്നിവരുടെ കച്ചേരികളും ഹൃദ്യമായി. സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരുമ്പോഴാണ് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്നും കുട്ടികൾ തോൽവി ഭയന്ന് മാറി നിൽക്കാതെ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് വരണമെന്നും തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാർ പറഞ്ഞു. എക്കോസ് ഓഫ് ഇന്ദിരാഗാന്ധി എന്ന പേരിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗങ്ങൾ അവതരിപ്പിച്ച് ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ് ലഭിച്ച തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റെക്കോർഡ് പ്രകടനത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡിഇഒ. സോഷ്യൽ സയൻസ് ക്ലബ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂൾ പാർലമെന്റ് അംഗങ്ങളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് 106 വർഷം പഴക്കമുള്ള തൃശൂർ നഗരത്തിലെ കലാലയ മുത്തശ്ശിയായ സേക്രഡ് ഹാർട്ട് സ്കൂളിന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ് ലഭിച്ചത്. ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി 1966 മുതൽ 84 മരിക്കുന്നതുവരെ നടത്തിയ പ്രസംഗങ്ങൾ 12 മണിക്കൂർ കൊണ്ട് അവതരിപ്പിച്ചാണ് കുട്ടികൾ വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത്. ഈ മാസം 15-നാണ് പരിപാടി സംഘടിപ്പിച്ചത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള 376 കുട്ടികളാണ് അവതരണത്തിൽ പങ്കെടുത്തത്. ഇവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാനായി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിൽ സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ വിൻസി വർഗീസ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ജോമോൻ പല്ലൻ, PTA എക്സിക്യൂട്ടീവ് അംഗം KV അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. ഒരു വർഷം മുമ്പ് മാത്രം തുടങ്ങിയ ചാനൽ എന്നുള്ളൊരു പരിമിതി ന്യൂസ് മലയാളത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. RDX എന്ന പ്രോഗ്രാം 8 മണിക്ക് അത് കാണുന്നുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ചാനലാണ്. വീട്ടുകാരെല്ലാവരും കാണലുണ്ട്.
നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ തോന്നിയത് വാർത്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ന്യൂസ് ഇതാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളം പറയുന്നു, എല്ലാരും കാണുന്നത് ന്യൂസ് മലയാളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്. ഇരിങ്ങാലക്കുട നഗരസഭയിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. UDF ധാരണ പ്രകാരം 2 സ്ഥാനാർത്ഥികളാണ് കേരള കോൺഗ്രസിനുള്ളത്. 15-ാം വാർഡിൽ മാഗി വിൻസെന്റ് പള്ളായിയും 18-ാം വാർഡിൽ ലാസർ കോച്ചേരിയും മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ അറിയിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി എറിയാട് CPIയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ഇതേ തുടർന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാഹിദ് അബ്ദുള്ള രാജിവെച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ അത്താണി ഡിവിഷൻ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥിയെ നിർണയിച്ചതിലുള്ള അഭിപ്രായ ഭിന്നതയാണ് രാജിക്കിടയാക്കിയത്. പ്രവർത്തകരുടെ വികാരം മാനിക്കാതെയാണ് മണ്ഡലം കമ്മിറ്റി സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചതെന്ന് ഷാഹിദ് അബ്ദുള്ള ആരോപിച്ചു. പാർട്ടി അംഗമായി തുടരുമെന്നും മണ്ഡലം കമ്മിറ്റിയുടെ തെറ്റായ നിലപാടിനുള്ള പ്രതിഷേധമാണ് രാജിയെന്നും ഷാഹിദ് അബ്ദുള്ള പറഞ്ഞു. പരമ്പരാഗതമായിട്ട് എറിയാട് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നാണ് ഈ ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥികളെ നടത്തുന്നത്. അതിലൊരു ചോദ്യമോ ഒന്നും ഉണ്ടാകാറില്ല. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ തന്നെ അഴീക്കോടിനും ഇടവിലിങ്ങിനും ഈ സീറ്റിൽ അവകാശമുണ്ടെന്ന് പാർട്ടി സഖാക്കൾ 1-2 പ്രാവശ്യം ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായി ഞാൻ ശക്തമായി എറിയാട് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ഈ സീറ്റ് നിർബന്ധമായിട്ട് തരണമെന്ന് പാർട്ടിയിൽ ആവശ്യപ്പെടുകയുണ്ടായി. 3 പേരുകൾ നിർദ്ദേശിച്ചു. അത് ലോക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശമല്ല, ആ സഖാക്കളുടെ നിർദ്ദേശമായിരുന്നു. ഈ സബ് കമ്മിറ്റി രൂപീകരിക്കാതെ മണ്ഡലം കമ്മിറ്റി ചേരുകയും സെക്രട്ടേറിയറ്റ് തീരുമാനം എന്നുള്ള നിലക്ക് ഈ 3 പേരിൽ നിന്ന് 2 പേരെ ഒഴിവാക്കി ഒരാളെ മാത്രം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ അംഗീകാരം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ എതിർത്തു. ഈ എറിയാട് ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന പൊതുജനങ്ങളുടെയും ഒരു വികാരം എന്നുള്ള നിലക്കാണ് ഞാൻ പറഞ്ഞത്. ഈ നിർദ്ദേശിച്ച പേര് ഒഴിവാക്കിയിട്ട് മറ്റ് 2 പേരുകളെ പരിഗണിക്കണം എന്ന് പറഞ്ഞു. ഈ 2 പേരുകളും ഒഴിവാക്കുകയോ ചർച്ചക്കോ വെക്കാതെ തീരുമാനം നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ചു. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചാണ് ഞാൻ മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കുള്ള തെക്കുംകര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. യോഗം DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PJ രാജു, SA ആസാദ്, P രാധാകൃഷ്ണൻ, എൽദോ തോമസ്, VG സുരേഷ് കുമാർ, വർഗീസ് വാഗയിൽ, PS റഫീഖ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന അതത് ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. 2 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 9-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ പൊതു അവധിയായിരിക്കും. ഡിസംബർ 11-ന് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ ഒരു വീട്ടിൽ നിന്നും UDFന് 2 സ്ഥാനാർത്ഥികൾ. അച്ഛനും മകനും സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങിയതോടെ തെരഞ്ഞെടുപ്പ് ഇവർക്ക് കുടുംബകാര്യമായി. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 20-ാം വാർഡിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി KR അശോകന്റെ മകൻ KA മാനവേന്ദ്രൻ 22-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ KR അശോകൻ 2000 മുതൽ 2015 വരെ 3 വട്ടം പഞ്ചായത്ത് അംഗമായിരുന്നു. ജനാധിപത്യം ഇവിടെ ഉണ്ടാവണം, മതേതരത്വം പുലരണം. അതാണ് ഇപ്പോൾ വികസനമല്ല കാര്യം. ഏറ്റവും പരമപ്രധാനമായിട്ട് ജനങ്ങൾ ചിന്തിക്കുന്നത് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി തരാൻ രാഷ്ട്രീയ പാർട്ടികൾ. അപ്പം അതിന് ആക്കം കൂട്ടാനാണ് ഞാൻ വന്നത്. അപ്പം എൻ്റെ പാത പിന്തുടർന്ന് എൻ്റെ മകനും അവനെ നിശ്ചയിച്ച ഈ പാർട്ടിയൊന്നുമല്ല, ക്ഷയ മത്സ്യത്തൊഴിലാളികളാണ് അവിടുത്തെ പാർട്ടിയെ കൊണ്ടു നടക്കുന്നത്. ഇവരൊക്കെയാണ് എൻ്റെ മകനൊരു കോൺഗ്രസ്സുകാരനായി
ഈ നാട്ടിൽ എല്ലാവരും ഒന്നിച്ച് ജീവിക്കണം, ഒന്നിച്ച് മരിക്കണം എന്ന് പറയുന്ന ആ ഒരു പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നത് എനിക്ക് അതിയായ അഭിമാനമാണ്. അതിൽ അവൻ സ്ഥാനാർത്ഥിയായാലും എനിക്ക് അഭിമാനമുണ്ട്. അശോകന്റെ മകൻ മാനവേന്ദ്രൻ നിയമ വിദ്യാർത്ഥിയാണ്. മലയാളം, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദത്തിനും പഠിച്ചു വരികയാണ് ഈ 22 വയസ്സുകാരനായ സ്ഥാനാർത്ഥി. വീക്ഷണം ദിനപത്രത്തിൽ കോളമിസ്റ്റുമാണ് മാനവേന്ദ്രൻ. രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ ജാഗ്രത വേണ്ടുന്ന ഒരു കാലമാണ്. വിഷയമായിട്ടും ഈ പാരമ്പര്യം, പൈതൃകം അത് ഉണ്ട്. കണിശമായിട്ടും അതൊരു വലിയ പ്രചോദനം. ഞങ്ങളൊക്കെ വളരെ എക്സൈറ്റഡ് ആണ്. ചെറുപ്പക്കാരൻ എന്ന രീതിയിലുപരി ജനങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഇടപെടാനും അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ട്. നമ്മളത് കണിശമായിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് ചെയ്യും. തീർച്ചയായിട്ടും ചെയ്യും, ഒരു സംശയമില്ല. വെരി കോൺഫിഡൻറ്റ്. അച്ഛന്റെ പാത പിന്തുടർന്ന് മകനും മകന് വഴികാട്ടിയായി അച്ഛനും തിരഞ്ഞെടുപ്പ് ഗോതയിൽ അംഗത്തിനിറങ്ങുമ്പോൾ ഇരുവർക്കും ശുഭപ്രതീക്ഷയാണുള്ളത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പടിയൂരിൽ സജീവ BJP പ്രവർത്തകന്റെ ഭാര്യ CPM സ്ഥാനാർത്ഥി. BJP വിട്ടെത്തിയവർക്ക് മന്ത്രി R. ബിന്ദുവിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. BJP തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി അംഗം നിഷ രാഗേഷ്, സജീവ പ്രവർത്തകനായിരുന്ന മാമ്പ്ര സുരേഷ്, ഇദ്ദേഹത്തിന്റെ ഭാര്യ സൗമ്യ സുരേഷ്, മുൻ ബൂത്ത് സെക്രട്ടറി അടിപറമ്പിൽ രാഗേഷ്, അടിപറമ്പിൽ രാജൻ എന്നിവരാണ് BJP വിട്ട് CPM-ൽ ചേർന്നത്. പടിയൂർ പഞ്ചായത്ത് 7-ാം വാർഡിൽ സൗമ്യ സുരേഷാണ് CPM സ്ഥാനാർത്ഥി. സ്വീകരണ യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം CD സിജിത്ത്, നേതാക്കളായ TR ഭുവനേശ്വരൻ, ON അജിത് കുമാർ, ലിജി രതീഷ്, രാജേഷ് അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. LDF കൊടകര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് കൊടകര ഡിവിഷൻ സ്ഥാനാർത്ഥി KJ ഡിക്സൺ, CPM നേതാക്കളായ PR പ്രസാദൻ, KC ജെയിംസ്, CM ബബീഷ്, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം KO വർഗീസ്, NCP മണ്ഡലം പ്രസിഡന്റ് P വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 108-ാം ജന്മദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. DCC ഓഫീസിൽ നടന്ന ജന്മദിനാഘോഷ ചടങ്ങ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ TV ചന്ദ്രമോഹൻ, O അബ്ദുള്ള റഹ്മാൻകുട്ടി, KB ശശികുമാർ, KH ഉസ്മാൻ ഖാൻ, KV ദാസൻ, അഡ്വക്കേറ്റ് സിജോ കടവിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി റവന്യൂ ജില്ലാ കലോത്സവ വാർത്തകളിലേക്ക്. ഹൈസ്കൂൾ വിഭാഗം ചെണ്ടമേളത്തിൽ ഒന്നാമതെത്തി ഇലഞ്ഞിത്തറ മേളപ്രമാണിയുടെ കൊച്ചുമകനും സംഘവും. തൃശൂർ പൂരത്തിൽ പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരുടെ കൊച്ചുമകനും സംഘവും ഹൈസ്കൂൾ വിഭാഗം ചെണ്ടമേളത്തിൽ ഒന്നാമതെത്തി. അനിയന്മാരാരുടെ മകൻ മനോജിന്റെ മകനായ അഭിനന്ദ് മാരാരും സംഘവുമാണ് വിവേകോദയം സ്കൂളിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഇടന്തലയിൽ അഭിനന്ദ് മാരാരും ആഗ്നേയും കൊട്ടിക്കയറിയപ്പോൾ വലന്തലയിൽ ശ്രീഹരിയും ശ്രീരാഗും, ഇലത്താളത്തിൽ പ്രയാഗും, കൊമ്പിൽ മണികണ്ഠനും, കുഴലിൽ ദേവും ഒപ്പം ചേർന്നു. ചെണ്ടയിൽ പാറമേക്കാവ് ആദർശ്, കുഴലിലും കൊമ്പിലും പട്ടിക്കാട് അജി എന്നിവരായിരുന്നു ഗുരുക്കന്മാർ. ഹയർ സെക്കൻഡറി വിഭാഗം ചെണ്ടമേളത്തിലും വിവേകോദയത്തിനായിരുന്നു ഒന്നാം സ്ഥാനം. സ്കൂൾ കലോത്സവങ്ങളിൽ അരങ്ങിലും അണിയറയിലും ഉണ്ണികൃഷ്ണന്റെ കരവിരുതിന് 1/4 നൂറ്റാണ്ട്.
ചാള വലിയപറമ്പ് സ്വദേശിയായ വെളക്കത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ നിറസാന്നിധ്യമാണ്. നാടകങ്ങളുടെ രംഗപടമൊരുക്കലാണ് പ്രധാന ചുമതലയെങ്കിലും സംവിധാനവും നിർവഹിക്കാറുണ്ട്. കോളേജുകള്, സ്കൂളുകള്, പിന്നെ മറ്റ് സമാജ സംഘടനകൾ ഇതിനൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. 2000 മുതൽ സ്കൂൾ കോളേജ് നാടകങ്ങൾക്ക് സ്റ്റേജിലെ രംഗപടമൊരുക്കുന്നു. 4 വർഷം മുമ്പ് സംഗീത നാടക അക്കാദമിയുടെ സെറ്റ് തയ്യാറാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിവിധ വിഭാഗങ്ങൾക്കായി 11 നാടകങ്ങൾക്കാണ് രംഗപടമൊരുക്കിയത്. ഇരിങ്ങാലക്കുടയിൽ ഇത്തവണ 5 നാടകങ്ങളുടെ ചുമതലയുണ്ട് ഉണ്ണികൃഷ്ണനെ. CBSE സംസ്ഥാന കലോത്സവത്തിൽ കട്ടപ്പനയിലെ സ്കൂളിന്റെ നാടകത്തിനാണ് രംഗസജ്ജീകരണം ചെയ്തത്. ഇതിനോടകം 300ഓളം സ്കൂളുകൾക്ക് നാടകത്തിനായി രംഗപടമൊരുക്കിയിട്ടുണ്ട്. പൈതൃകത്തിന്റെ താളത്തിൽ റവന്യൂ ജില്ലാ കലോത്സവ വേദിയിൽ പണിയ നൃത്തം. കലോത്സവ വേദിയിൽ 2ാം ദിനത്തിന്റെ പകലിന് വരവേറ്റത് ചുരമിറങ്ങി വന്ന് തുടിതാളമുയർത്തിയ പണിയ നൃത്തമാണ്. വയനാടൻ മണ്ണിന്റെ തനത് ഗോത്ര കലാരൂപമായ പണിയ നൃത്തം ആദിവാസി സമൂഹത്തിന്റെ സാംസ്കാരിക തനിമയും ജീവിത രീതിയും വേഷപ്പകർച്ചയും അതേപടി വേദിയിലെത്തിച്ചപ്പോൾ കാണികൾക്ക് അത് നവ്യാനുഭവമായി. മണ്ണും പ്രകൃതിയും ജീവിതവും സംഗമിക്കുന്ന ഈ ദൃശ്യവിസ്മയം കലോത്സവത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറി. താളത്തിലെ ചടുലതയും ഈണത്തിലെ പുതുമയുമാണ് പണിയ നൃത്തത്തെ പ്രിയങ്കരമാക്കിയത്. കഴിഞ്ഞ വർഷം മുതലാണ് സ്കൂൾ കലോത്സവത്തിൽ പണിയ നൃത്തം മത്സര ഇനമായത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 10 ടീമുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 12 ടീമുകളുമാണ് മാറ്റുരച്ചത്. തമിഴ് ഹിന്ദി പദ്യം ചൊല്ലലിൽ ഒരേ ക്ലാസ്സിലെ കൂട്ടുകാരികൾക്ക് 1ാം സ്ഥാനം. ഇരട്ടി സന്തോഷത്തിൽ തൃശൂർ കുട്ടനല്ലൂർ സെന്റ് അഗസ്റ്റിൻ സ്കൂൾ. കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിലെ 2 വിജയികളുണ്ട്. 2 പേർക്കും ഒറ്റ പ്രത്യേകതയുമാണ്. ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന 2 പേര് 2 വിഭാഗങ്ങളിൽ 1ാം സ്ഥാനത്തോടെ സംസ്ഥാന തലത്തിൽ ജില്ലയെ പ്രതിനിധീകരിക്കുകയാണ്. ഒന്ന് തമിഴ് പദ്യം ചൊല്ലലിൽ 1ാം സ്ഥാനവും ഒപ്പം തന്നെ ഹിന്ദി പദ്യം ചൊല്ലലിൽ 1ാം സ്ഥാനവും. എൻ്റെ പേര് കാവ്യ. ഞാൻ സെന്റ് അഗസ്റ്റിൻ സ്കൂളിലാണ് പഠിക്കുന്നത്. +2 പഠിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? മത്സരം നല്ല ടഫായിരുന്നു. പക്ഷെ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. வாழ்க்கை என்பது சூதாடி பெறுவதல்ல, போராடி பெற வேண்டிய ஒன்று. இங்கு பெரும்பாலான இளைஞர்கள் வாழ்க்கை என்பது பூ பள்ளக்கிலே புறப்பட்டு வரும் என்று எதிர்பார்த்து கொண்டிருக்கிறார்கள். இல்லை, நிச்சயமாக இல்லை. வாழ்க்கைக்கு இன்னொரு பெயர் தேடல். இந்த தேடல் தான் உனது முதற்படி. நீ சிந்திப்பதிலிருந்து அல்ல, பலவற்றை சந்திப்பதிலிருந்து தான் இந்த தேடல் ஆரம்பிக்கும். வாழ்க்கை என்பது സൂതാടി പെറുവതല്ല, പോരാടി പെറ വേണ്ടിയ ഒന്ന്. ജാനകി. ആദ്യമായിട്ടാണോ? അതെ, ഞാൻ ആദ്യമായിട്ടാണ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാന തലത്തിലേക്ക് പോകുമ്പോൾ ഇത്തവണ തൃശ്ശൂരിലാണ് മത്സരം നടക്കുന്നത്. ആ ഒരു ആവേശം ഉണ്ടോ? തീർച്ചയായിട്ടും. കൂട്ടുകാരിക്ക് 1ാം സ്ഥാനം തമിഴ് പദ്യം കിട്ടിയിരിക്കുന്നു. എങ്ങനെ 2 പേരുടെയും ആ ഒരു സന്തോഷം എത്രത്തോളം? ഞങ്ങൾ അതിനെ ആഗ്രഹിച്ചതും അന്നോട്ട് ഞങ്ങൾ വിചാരിച്ചതും അങ്ങനെ ഒന്നിച്ച് കിട്ടണം തന്നെയായിരുന്നു. അപ്പോൾ കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. മത്സരങ്ങൾ കണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റിയില്ല. ഒരേ സമയത്തായിരുന്നു. 2ഉം 11 മണിക്കായിരുന്നു. 2 ഒരേ സമയത്ത് നടന്നേ. പക്ഷെ കാണാൻ പറ്റിയില്ല. ഒന്നിച്ച് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്? അല്ല, ഞാൻ 10ാം ക്ലാസ്സിൽ മുന്നേ പോയിട്ടുണ്ട്. സ്റ്റേറ്റിന് പോയിട്ടുണ്ട്. അന്ന് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ഫസ്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ലെവലിൽ പോയിരുന്നു. അന്ന് നല്ലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. ഇന്ന് തിരിച്ചു പോകാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷം. आपने उनसे आधी रात में गाना बनवाया, 20 आदमियों का गाना बनवाया, ज्ञात अज्ञात स्त्रियों का उदाहरण पेश करते हुए गाना बनवाया. कई बार आंखें दिखाकर, कई बार लाद लगाकर और फिर स्त्रियों चित्तहराकर आप चीखे उफ इतना नमक, और भूल गई उन आंसुओं को जो जमीन पर गिरने से पहले गिरते रहे तश्तरियों में, कठोरियों में. ഒരേ ക്ലാസ്സിൽ പഠിച്ച് ഒരേ സ്കൂളിൽ നിന്നും വന്ന് സംസ്ഥാന തലത്തിലേക്ക് ജില്ലയെ പ്രതിനിധീകരിക്കാൻ ഭാഗ്യം കിട്ടിയ 2 കൂട്ടുകാരികളാണ് ഇപ്പോൾ നമ്മോടൊപ്പം അവരുടെ വിശേഷങ്ങൾ പങ്കുവച്ചത്. എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ക്യാമറമാൻ രാകേഷ് പെരിഞ്ഞനത്തിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.
റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം നങ്ങ്യാർകൂത്ത് വിജയെ പ്രഖ്യാപിച്ചതിൽ ആരോപണവുമായി രക്ഷിതാവ്. അപ്പീലുമായി വന്ന വിദ്യാർത്ഥിക്കാണ് മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത്. ഈ വിദ്യാർത്ഥിയെ കൂത്തുപഠിപ്പിച്ച അധ്യാപകന്റെ ബന്ധുവാണ് വിധികർത്താവെന്ന് 3ാം സ്ഥാനം ലഭിച്ച കുട്ടിയുടെ രക്ഷിതാവ് ആരോപിച്ചു. ഇതിനെതിരെ അപ്പീൽ കമ്മിറ്റിക്ക് പരാതി നൽകിയതായും രക്ഷിതാവ് അറിയിച്ചു. നങ്ങ്യാർകൂത്ത് മത്സരത്തിൽ അവിടെ പഠിപ്പിക്കുന്ന മാഷിന്റെ റിലേഷനായിട്ടുള്ളൊരു ബന്ധു തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ജഡ്ജായിട്ട്. അപ്പം അതിൽ നല്ല അട്ടിമറി നടന്നുണ്ട്. അതും സ്കൂൾ ലെവലിൽ നിന്നും സബ് ജില്ലയിൽ നിന്നും അപ്പീൽ വന്ന കുട്ടി ജില്ലയിലേക്ക് മത്സരിച്ചു. ആ കുട്ടി തന്നെ ഇതിനെപ്പറ്റി സ്കൂളിലൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അവർക്ക് അപ്പീൽ കിട്ടും. അവരുടെ ആൾക്കാരുടെ സബ് ജില്ലയിൽ ഇന്ന ചാക്യാരുടെ കുട്ടിയാണ്. അപ്പം അതിൽ എന്തോ ജഡ്ജ്മെൻറ്റിൽ എന്തോ അട്ടിമറി നടന്നുണ്ട്. വീഡിയോ നോക്കിയാൽ വ്യക്തമായിട്ട് അതിൻ്റെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. 36ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിലെ സ്വാഗതഗാനം ശ്രദ്ധേയമായി. ജില്ലയിലെ കലാ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് സ്വാഗതഗാനം ഒരുക്കിയത്. പാട്ടിനൊത്ത് നൃത്താവിഷ്കാരവും ഒരുക്കിയിരുന്നു. നടവരമ്പ് സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപിക രാധിക സനോജാണ് ഗാനരചന നിർവഹിച്ചത്. പാലക്കൽ സ്വദേശിയായ സംഗീതാധ്യാപകൻ സനൽ ശശീന്ദ്രയാണ് സംഗീതം നൽകിയത്. നൃത്താവിഷ്കാരം ഒരുക്കിയത് നൃത്താധ്യാപികയായ പ്രീതി നീരജാണ്. റവന്യൂ ജില്ലാ കലോത്സവത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. റൂറൽ പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. KL9 ഡോഗ് മാക്സിയാണ് വേദികളിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന നടത്തിയത്. റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മീഡിയ ഹബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. പ്രധാന വേദിയായ ടൗൺ ഹാളിലാണ് മീഡിയ ഹബ്ബ് ഒരുക്കിയിട്ടുള്ളത്. കൂടിയാട്ട കലാകാരൻ അമ്മന്നൂർ രജനീഷ് ചാക്യാർ മീഡിയ ഹബ്ബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പുനർജനി സ്ഥാപകൻ ഡോക്ടർ ജോൺസ് കെ മംഗലം അനുസ്മരണ ദിനവും സ്മൃതി പുരസ്കാര വിതരണവും ഈ മാസം 25-ന് നടക്കും. പൂമല പുനർജനിയിൽ നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ ഷിജോയ് P. കുഞ്ഞുമോൻ, സൈക്കോളജിസ്റ്റുമാരായ പ്രസാദ് അമോർ, ഫാദർ ഫ്രാങ്ക്ലിൻ വർഗീസ്, ഡോക്ടർ R. സരുൺകുമാർ, റുഫോസ് ജോൺ തുടങ്ങിയവരെ ആദരിക്കും. ജോൺസൺ പൊന്മണിശ്ശേരി, P. വികാസ്, AT അഗസ്റ്റിൻ, CG അനന്തൻ, സൂരജ് ജോൺസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സായി നികേതൻ വാർഷികം ശനിയാഴ്ച നടക്കും. തൃശൂർ പാറമേക്കാവ് അഗ്രശാലയിൽ നടക്കുന്ന വാർഷികാഘോഷം ഹൈക്കോടതി ജസ്റ്റിസ് VM ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്യും. മുൻ ഡെപ്യൂട്ടി കളക്ടർ OP ബാലൻ മേനോൻ, ശ്രീധരൻ തേറമ്പിൽ, K. നന്ദകുമാർ, CK കുട്ടിശങ്കരൻ, I. സുരേഷ്, കൃഷ്ണപുരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ രാസവിരുദ്ധ റാലി സംഘടിപ്പിക്കും. 23-ന് വൈകിട്ട് 4-ന് സ്വരാജ് റൌണ്ടിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AR നികേഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ, ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാംസ്കാരിക സംഘടനകൾ, വിമുക്ത ഭടന്മാർ, വ്യവസായികൾ തുടങ്ങിയവർ റാലിയിൽ അണിനിരക്കും. തുടർന്ന് സെന്റ് തോമസ് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ KHO പ്രസിദ്ധീകരിക്കുന്ന മാഗസിൻ മന്ത്രി K. രാജൻ പ്രകാശനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ VK അനിൽകുമാർ, A. വിജയമോഹൻ, CS രഞ്ജിത്ത്, CK യാമിനി, TK ഷെല്ലി, മനോജ് പൊറ്റേക്കാട് എന്നിവർ പങ്കെടുത്തു. ചാക്കുനൂലിൽ ഒരുക്കിയ തമ്പുരുവിൽ ശ്രുതിമീട്ടിയപ്പോൾ പൂവണിഞ്ഞത് രഘുവിന്റെ മോഹങ്ങളായിരുന്നു. പുതുമ തേടിയുള്ള പരീക്ഷണങ്ങൾ ഹരമാക്കിയ രഘു കുരുവിലശ്ശേരി പൂർണ്ണമായി ചാക്കുനൂലിൽ തീർത്ത തമ്പുരു നിർമ്മിച്ചിരിക്കുകയാണ്. വാദ്യങ്ങളൊന്നും പഠിച്ചിട്ടില്ലാത്ത രഘു കൗതുകത്തിന്റെ പേരിലാണ് സാധാരണ വലുപ്പമുള്ള തമ്പുരു നിർമ്മിച്ചത്. ഇതിനായി 1 കിലോ ചാക്കുനൂലും 5 ലിറ്റർ പശയുമാണ് ഉപയോഗിച്ചത്. തെർമോകോളിൽ കനം കുറഞ്ഞ ചാക്കുനൂൽ ചുറ്റി പശ ഉപയോഗിച്ച് ചേർത്തു. പിന്നീട് തെർമോകോൾ പൂർണ്ണമായി ഇളക്കി മാറ്റിയാണ് തമ്പുരു ഒരുക്കിയത്. ശബ്ദം പകരുന്നതിനായി പട്ടുനൂൽ കൊണ്ടുള്ള ജീവ ഒരുക്കി. ഇത്രയുമായപ്പോൾ രഘുവിന് വഴങ്ങാത്ത സംഗീതം തമ്പുരുവിൽ മീട്ടാൻ തുടങ്ങി. 6 മാസത്തിലധികം വേണ്ടിവന്നു നിർമ്മാണം പൂർത്തിയാക്കാൻ. ചാക്കുനൂല് പശ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ആദ്യം നമ്മളിത് തെർമോകോള് ടെംപ്ലേറ്റ് ഉണ്ടാക്കും.
അതിനുശേഷം ചാക്കുനൂല് വെച്ച് ഒട്ടിച്ചാണ് ഇത്രയും ആക്കിയിരിക്കുന്നത്. ഇത് ഇത്തിരി വെയിറ്റ് കൂടുതലാണ്, മറ്റുള്ള തമ്പുരുവിനെ അപേക്ഷിച്ച് വെയിറ്റ് കൂടുതലാണ്. ഇതിനിടയിൽ ചാക്കുനൂൽ ഉപയോഗിച്ച് 2 പുല്ലാങ്കുഴലും ഒരുക്കി. സുഹൃത്തുക്കളായ പുല്ലാങ്കുഴൽ വാദകർ വായിച്ച ശേഷം നല്ല അഭിപ്രായം അറിയിച്ചപ്പോഴാണ് രഘു തൃപ്തനായത്. മരത്തിൽ കൊത്തുപണികൾ നടത്തുന്ന രഘു ഒഴിവു സമയമാണ് തമ്പുരു നിർമ്മാണത്തിന് നീക്കിവെച്ചത്. ചിരട്ടയും പശയും മാത്രം ഉപയോഗിച്ച് വീണ, വയലിൻ, തബല എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈർക്കിലി ഉപയോഗിച്ച് മൃദംഗം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് 59-കാരനായ ചക്കമാത്ത് വീട്ടിൽ രഘു കുരുവിലശ്ശേരി. TCV ന്യൂസ്, മാള. പ്ലാസ്റ്റിക്കിനെതിരായ സന്ദേശവുമായി തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ വിഭാഗം പ്രധാനാധ്യാപിക KP ബിന്ദു അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ PN സംഗീത, PJ സിസി, PM കാർത്തിക തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് വെള്ളിയാഴ്ച നടക്കും. ഇതിന്റെ ഭാഗമായി അന്നദാനത്തിലേക്കുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. 10,000-ലധികം പേർക്കാണ് അന്നദാനം ഒരുക്കുന്നത്. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ദേശവിളക്കിനോടനുബന്ധിച്ച് കുട്ടികൾ അവതരിപ്പിച്ച പഞ്ചവാദ്യം ശ്രദ്ധേയമായി. ഒരു പെൺകുട്ടി ഉൾപ്പെടെ 27 പേരടങ്ങുന്ന സംഘമാണ് പഞ്ചവാദ്യത്തിൽ താളപ്പെരുമഴ തീർത്തത്. എടപ്പാളിൽ സന്തോഷ് ആലങ്കോടിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിലെ 24 പേരും മദ്ദള വിദ്വാൻ സുധീഷ് നെല്ലുവായുടെ 3 ശിഷ്യന്മാരും അരങ്ങു തകർത്തു. 12 വയസ്സിന് താഴെയുള്ള സുധീഷ് നെല്ലുവായുടെ ശിഷ്യന്മാരായ നിരഞ്ജൻ, അധർ, സിദ്ധാർത്ഥ് എന്നിവരും സന്തോഷ് ആലങ്കോടിന്റെ ശിഷ്യന്മാരായ ശ്രീലക്ഷ്മി, കാശിനാഥ്, അലൻ, തീർത്ത്, അനിരുദ്ധ്, ധ്യാൻ ദേവ്, ദിവിൻ, ആദിനാഥ് എന്നീ മിടുക്കന്മാരാണ് മുൻനിരയിൽ ഉണ്ടായിരുന്നത്. പഞ്ചവാദ്യത്തിന്റെ താളത്തിന് ശക്തി പകരാൻ കുട്ടിക്കൂട്ടത്തോടൊപ്പം ആശാന്മാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. 2 മണിക്കൂർ നീണ്ട പഞ്ചവാദ്യ പെരുമഴയാണ് കാണികളെ ആവേശത്തിൽ ആറാടിച്ചത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഗുരുവായൂർ ദേവസ്വം ശ്രീ ബലരാമ ക്ഷേത്രത്തിൽ ക്ഷേമസമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നതിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ നിർവഹിച്ചു. പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ മാഷ വിശിഷ്ടാതിഥിയായി. ക്ഷേത്ര ക്ഷേമസമിതി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. ഓൾ കേരള ലക്ഷറി സലൂൺ ഓണേഴ്സ് അസോസിയേഷൻ ഉദ്ഘാടനവും ജനറൽ ബോഡി യോഗവും കൊച്ചിയിൽ നടന്നു. ഉമാ തോമസ് MLA ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നിർവഹിച്ചു. സംവിധായകൻ മേജർ രവി ഭദ്രദീപം തെളിയിച്ചു. ഫാഷൻ ഡിസൈനർ നൂഹ് സജീവ് മുഖ്യപ്രഭാഷണം നടത്തി. ലക്ഷറി സലൂൺ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ലിയോ ലോറ, സെക്രട്ടറി സന്തോഷ്, ട്രഷറർ ഹരി ഹാരിസ്, വൈസ് പ്രസിഡന്റ് ബൈജൂസ് പാർക്ക്, ജോയിന്റ് സെക്രട്ടറി ഉഷാ ദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ഷിബു തുലിപ്സ് അജണ്ട അവതരിപ്പിക്കുകയും മറുപടി പ്രസംഗം നടത്തുകയും ചെയ്തു. YMCA പാവർട്ടിയുടെ നേതൃത്വത്തിലുള്ള അഖില കേരള ബാലചിത്ര രചനാ മത്സരം 22-ന് പാവർട്ടി സെന്റ് ജോസഫ് LP സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പാവർട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഴ്സറി ക്ലാസ് മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും പാവർട്ടി YMCA ഭാരവാഹികളെ സമീപിക്കണം. YMCA പ്രസിഡന്റ് VS സെബി, സെക്രട്ടറി മാർട്ടിൻ ലൂയിസ്, ട്രഷറർ സ്റ്റെഫി ആന്റണി, കൺവീനർ ഷാജി കുണ്ടുകുളം, കോർഡിനേറ്റർ ജിജോ CT എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CK ലോറൻസിന്റെ 3ാം ചരമവാർഷിക ദിനം ആചരിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KG പോൾസൺ അധ്യക്ഷത വഹിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലൈജു C എടക്കളത്തൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ജെയിംസ് ചിറ്റ്ലപ്പള്ളി, അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K കുഞ്ഞുണ്ണി, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, മുൻ മണ്ഡലം പ്രസിഡന്റ് MV ജോസ് എന്നിവർ സംസാരിച്ചു.
പാവറട്ടി സെന്റ് ജോസഫ് സ്കൂളിൽ NSS പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദുരന്ത നിവാരണ ജീവരക്ഷാ പ്രവർത്തനങ്ങളുടെ ക്ലസ്റ്റർ തല ഉദ്ഘാടനം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അംഗങ്ങളായ S. ബിജു, KP സനൽ, KP ഉമേഷ്, പ്രിൻസിപ്പാൾ KD ജോയ്, പ്രോഗ്രാം ഓഫീസർ നിഷ വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രനടയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് മരപ്പട്ടിയെ പിടികൂടി. വടക്കേനടയിലെ ഹരികൃഷ്ണ ലോഡ്ജിന്റെ 1-ാം നിലയിൽ നിന്നാണ് മരപ്പട്ടിയെ പിടികൂടിയത്. സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ പിടികൂടിയ മരപ്പട്ടിയെ വനം വകുപ്പിന് കൈമാറി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,445 രൂപ, പവന് 91,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തൃശൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. കോർപ്പറേഷൻ മിഷൻ ക്വാർട്ടേഴ്സ് സ്ഥാനാർത്ഥി ബൈജു വർഗീസിന്റെ ഓഫീസ് അടിച്ചു തകർത്തു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂരിൽ BJPയിൽ പൊട്ടിത്തെറി. സീറ്റ് തർക്കത്തെ തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗം KK സുമേഷ് കുമാർ പാർട്ടി വിട്ടു. CPI വിട്ട നഗരസഭാ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് V. ചന്ദ്രൻ ഗുരുവായൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. എറവ് കൊടയാട്ടിപ്പാട ശിഖരത്തിൽ കൃഷി നശിക്കുന്നു. പടവിൽ വെള്ളം കെട്ടി നിർത്തിയതാണ് കൃഷിനാശത്തിന് കാരണമെന്ന് കർഷകർ. എറവിൽ സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 പെയിന്റിംഗ് തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പാത്രങ്ങൾ പൊട്ടി പെയിന്റ് റോഡിലൊഴുകി. കുന്നംകുളം പാറയമ്പാടത്ത് കാറുകൾ കൂട്ടിയിടിച്ച ഒരാൾക്ക് പരിക്കേറ്റു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇരിങ്ങാലക്കുടയിൽ തുടരുന്നു. 343 പോയിന്റുമായി തൃശൂർ വെസ്റ്റ് ഉപജില്ല കുതിപ്പ് തുടരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.